തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.വി. രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കാർഷിക കാർണിവലിന് വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയുടെ സമാപനമായി. കൂറ്റനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൂറ്റനാട് തൃത്താല റോഡിൽ സമാപിച്ചു. തൃത്താല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തനതായി ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും കാർഷിക മേഖലയിലെ നവോന്മേഷവും ലക്ഷ്യമാക്കി മന്ത്രി എം.വി. രാജേഷ് മുൻകൈയെടുത്താണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചത്. കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, നാടൻ ഭക്ഷ്യവിഭവമേള, മത്സ്യവിപണനമേള എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നത്. നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ മേളയും ലൈവ് ഫിഷ് വിപണനമേളയും കാർണിവലിന്റെ മുഖ്യ ആകർഷണങ്ങളായി. കാർഷിക മേളയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് നിർവഹിച്ചു. നമ്മൾ ആവിഷ്കരിച്ച തൃത്താലയിൽ നടപ്പാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുസ്ഥിര തൃത്താല. ഏറ്റവും അധ്വാനം വേണ്ടി വന്നിട്ടുള്ളതും സുസ്ഥിര തൃത്താലയ്ക്കാണ്. ഞാൻ ദീർഘമായിട്ട് റിപ്പോർട്ട് ഇവിടെ വയ്ക്കും, സൈതലവി ഇതിന്റെ കോർഡിനേറ്ററാണ്. സുസ്ഥിര തൃത്താലയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ സൈതലവിയാണ്. അദ്ദേഹം വിശദമായ റിപ്പോർട്ട് വയ്ക്കും. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴുന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലുള്ള ബ്ലോക്കാണ്. ഇങ്ങനെ പോയാൽ തൃത്താല മുഴുവൻ അധികം വൈകാതെ തരിശായി തീരും എന്ന തിരിച്ചറിവിൽ നിന്നാണ്, പിന്നെ കൃഷിയെ സാധ്യമാവാത്ത സ്ഥിതി വരും എന്ന തിരിച്ചറിവിൽ നിന്നാണ് തൃത്താലയുടെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുക, അതിന് മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഒപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഈ പദ്ധതി നടപ്പാക്കിയത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചു, ഏകോപിപ്പിച്ചു ഇവിടെ നടപ്പാക്കി. തൊഴിലുറപ്പ് അതിനുവേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചൊരു പദ്ധതിയാണ്. മറ്റു ധാരാളം പദ്ധതികളെ ഏകോപിപ്പിച്ച് ഇവിടെ നടപ്പാക്കിയുണ്ടായി. അതിലൂടെ നമുക്കിപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടൊരു നേട്ടമാണ്. കാരണം അത്ര വലിയ അധ്വാനത്തിലൂടെ മാത്രമേ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റജീന അധ്യക്ഷയെ, മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ ശാസ്ത്ര കലാകായിക മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹാലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച മദ്ദള കേളിയും അരങ്ങേറി. തുടർന്ന് പുനർജനി ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുമുണ്ടായി. കൃഷിവകുപ്പ്, ആത്മ, മത്സ്യബന്ധന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, കുടുംബശ്രീ, മണ്ണ് പരിവേഷണ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളും ഏജൻസികളും കൈകോർത്താണ് കാർഷിക കാർണിവൽ മനോഹരമാക്കിയത്. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.